ഹലോ. ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളുടെ, അതായത് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ആഡ്സ് വന്ന് നിൽക്കുന്ന കാണാറുണ്ട്. ഫേസിൽ ഈ കുരുവിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ, ഈ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും ഇതിൻ്റെ ആഡ്സ് വന്നുകൊണ്ടിരിക്കും. ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ സെർച്ച് ചെയ്ത സമയത്ത് ഒരു പ്രൊഡക്റ്റ്, കുറേ സെലിബ്രിറ്റീസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറേ കണ്ടപ്പോൾ, അതും വലിയ വലിയ ആൾക്കാരാട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സൈറ്റിൽ കയറി നോക്കി. സൈറ്റിൽ കയറി ഈ ഹെൽപ്പ് ലൈനിൽ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊന്ന് ഡോക്ടറെ അടുത്ത് സംസാരിക്കണം. കാരണം ചുമ്മാ പ്രൊഡക്റ്റ് മേടിക്കുന്നതിനേക്കാളും ഭേദം ഡോക്ടറോട് സംസാരിച്ച് എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ് എന്ന് തോന്നിയോണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറെ അടുത്തൊന്ന് സംസാരിക്കണം. സോ അവരെനിക്കൊരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച സമയത്ത് ഏത് ലാംഗ്വേജാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ മലയാളം എന്ന് അടിച്ചു കൊടുത്തു. എന്താണ് പ്രശ്നം എന്ന് വെച്ചത് സ്കിന്നിൻ്റെ ആണെന്ന് പറഞ്ഞു. ഈ സംഭവം ഞാൻ അയച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പം അവർ ഫേസിൻ്റെ ഫോട്ടോ എന്ന് അയക്കാൻ പറഞ്ഞു. ഫേസിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു. പിന്നീടാണ് കോമഡി. ഫേസിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്ത സ്പോട്ടിൽ ഇവരുടെ കുറേ പ്രൊഡക്ട്സിൻ്റെ കോംബോ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഡീറ്റെയിൽ എനിക്ക് അയച്ചു. അത് ഏത് അഡ്രസ്സിലായിട്ടാണ് അയക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കാനുള്ളത്, പേയ്മെൻറ്റിനുള്ളത്, ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് അവരെനിക്ക് അയച്ചു തന്നു. അപ്പം എനിക്ക് ഡോക്ടറെ അടുത്താണ് സംസാരിക്കേണ്ടത്. അപ്പം ഞാൻ ഇവരോട് വെച്ച്, നിങ്ങൾ ഡോക്ടറാണോ ഈ സംസാരിക്കുന്നത്? അവർ പറഞ്ഞു അല്ല. എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ജസ്റ്റ് സ്റ്റാഫ് എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ അടുത്ത് കോളിൽ സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഇന്ന ഇഷ്യൂ ഇന്നതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് അയച്ചു തന്നു. എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് അയച്ചു തന്നെ? നിങ്ങൾ വേറൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ, ക്ലൈമറ്റിൻ്റെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ഫേസിൽ ഇത്ര കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ ഒരു 4-5 പ്രൊഡക്റ്റ്സ് എനിക്ക് അയച്ചു തന്നു. ഇതൊക്കെ യൂസ് ചെയ്താൽ മതി, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് വരെ നിങ്ങൾ എനിക്ക് അയച്ചു തന്നു. എന്തിൻ്റെ ബേസിൽ? ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പറയും. എൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിക്കാറില്ല. വെള്ളം കുടി എന്ന് പറയുന്ന സാധനം എനിക്കില്ല. മെയിനായിട്ട് അതിൻ്റെ പ്രശ്നം എൻ്റെ ഫേസിൽ ഉണ്ടാവുമായിരിക്കും. വെള്ളം കുടിക്കാറില്ല. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ സൺക്രീമോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യാറില്ല. സോ അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാണും. വെള്ളത്തിൻ്റെ പ്രശ്നം കാണും, ഡാൻഡ്രഫ് ഉണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ കാണും. ഇതൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, മാമിന് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ടോ? നമ്മുടെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാൻഡ്രഫ് ആദ്യം ക്ലീൻ ചെയ്യണം. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറാണോ? അല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്താണ്, എൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്യൂസ് എന്താണ്, ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ഒന്നും പറഞ്ഞിട്ടില്ല. അവരെനിക്ക് പ്രൊഡക്റ്റ് കുറേ അയച്ചു തന്നു. എനിക്ക് മനസ്സിലാവാത്ത ചോദ്യം, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നത്? അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എനിക്ക് ആ സാധനങ്ങൾ അയച്ചു തന്നിട്ട്? ജസ്റ്റ് ഈ ഫേസിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടോ? നമ്മുടെ ക്യാമറയിൽ, പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ ക്യാമറയിൽ, ഈ നമ്മൾ എടുക്കുന്നതിൻ്റെ നാച്ചുറലായിട്ടായിരിക്കത്തില്ല വരുന്നത്. ചിലപ്പം കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയിട്ടായിരിക്കും വരുന്നത്, ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും വരുന്നത്. ഒരു ഫോട്ടോ കണ്ടിട്ട് മാത്രമേ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റി ഇന്നതാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെനിക്ക് അയച്ചു തന്ന കാര്യങ്ങളൊക്കെ ബ്രൈറ്റനിങ് ഉണ്ട്, പിമ്പിളിന് മാറാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഉറപ്പുണ്ടോ? ഇങ്ങനെ ഇത്ര പോലെ ഇത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങളത് ഡയഗ്നോസ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ഈ പ്രൊഡക്റ്റ് മൂലം എൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ?
അല്ല, എൻ്റെ സംശയമാണ്.